ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളിപ്പോ എവിടെ പോവാന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്? ഞങ്ങള് മസ്കറ്റ് നൈറ്റ്സ് കാണാൻ പോവാണ്. ഒരു മാസമായിട്ട് മസ്കറ്റ് നൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എല്ലാ വർഷവും ഒരു മാസം ഇത് വരാറുള്ളതാണ്. ഇതാണ് കേട്ടോ എൻട്രൻസ്. നമ്മൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇതിന്റെ ഉള്ളിലേക്ക് കയറി. കോറും പാർക്കിലാണ് ഈ മസ്കറ്റ് നൈറ്റ്സ് നടക്കുന്നത്. പാർക്ക് ആയതുകൊണ്ട് തന്നെ ഫുൾ ഒരു ഗ്രീനറി, ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. റിലാക്സ് ചെയ്തിരിക്കാനും അതുപോലെ ഫോട്ടോസ് എടുക്കാനും ഒരുപാട് സ്പോട്ടുകൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ്സ്. നൈറ്റ് ആയപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരുന്നു. കുറച്ച് ഇരുട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുന്നത്. എങ്ങോട്ട് നോക്കിയാലും ലൈറ്റ്സ് കൊണ്ടുള്ള നല്ല ഡെക്കറേഷൻസ് മാത്രമായിരുന്നേ. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് നല്ല സ്പോട്ടുകൾ ഇതിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. കുറെ കാലമായി ഊഞ്ഞാലടിയിട്ട്. അപ്പൊ ഊഞ്ഞാൽ കാണുമ്പോൾ ഞാൻ വിടുവോ? ഉള്ളിലേക്ക് കയറി ചെന്നപ്പോ കണ്ട കാഴ്ചയാണ് ഇത്. ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മസ്കറ്റിന്റെ ഓരോ പിക്ചേഴ്സ് കാണിക്കുന്നതാണ് ഇത്. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ അടുത്ത എൻട്രൻസ് വഴി ഉള്ളിലേക്ക് ചെന്ന് അടുത്ത എൻട്രൻസ് കയറിയപ്പോ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അവിടെ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ് ഇത് പിള്ളേർക്കായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അതിലൂടെ കുറച്ചു നേരം നടന്നതിന് ശേഷം ഞങ്ങൾ മെയിൻ പോയിന്റിലെത്തിയപ്പോ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. പല പല ക്യാരക്ടേഴ്സിൽ ഒരുങ്ങിയ ആൾക്കാർ ഇങ്ങനെ പോകുന്നത് കാണാവേ നല്ല ഭംഗിയാണത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. അവരെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നേ. കുറച്ചു നേരം അതെല്ലാം കണ്ടങ്ങനെ നിന്നേ. അവിടെ ഫേസ് പെയിന്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അതുപോലെ ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കൂടുതലും അവിടെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഫുഡുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ഷോപ്പുകളും നല്ല ക്രൗഡും ഉണ്ടായിരുന്നേ. അതുപോലെ സ്റ്റേജ് ഷോസ് നടക്കുന്നുണ്ടായിരുന്നു. പല പല സ്റ്റേജുകളിൽ പല പല പ്രോഗ്രാംസ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നേ. ഈ കാണുന്നതാണ് കേട്ടോ ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ്. വാട്ടർ ഷോ, ഡ്രോൺ ഷോ, ലൈറ്റ് ഷോ ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. എന്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നേ. അങ്ങനെ അതൊക്കെ കുറച്ചു നേരം കണ്ടു നിന്ന് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നേ. ഇത് കണ്ടപ്പോ സ്മോക്ക് ആന്നോർത്തോണ്ട് ചേർന്നതാണ്. വാട്ടർ ആയിരുന്നു അത്. അതിനുശേഷം ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്ത് ഡ്രോൺ ഷോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പോകുന്ന വഴിക്ക് കണ്ടതാണ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഗാർഡൻ. തിരിച്ചു നടക്കുന്ന വഴിക്ക് സ്മോക്ക് കണ്ട് ചെന്ന് നോക്കിയതാണ്. അതൊരു അത്തറിന്റെ ഷോപ്പായിരുന്നേ. അവർ ഒരു സ്പേസ് പോലും വെറുതെ ഇട്ടിട്ടില്ല. എല്ലായിടത്തും എന്തെങ്കിലും ആർട്ട്പരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ കാണുന്നതൊക്കെ പാർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളൊന്നിലും കയറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.